गुरुर् साक्षात् परं ब्रह्मा तस्मै श्री गुरवे नमः। ॐ नमः शिवाय। ॐ श्रीनारायण परमगुरवे नमः। ॐ ശ്രീ ശാരദാംബികായേ നമഃ. ശ്രീ ഗുരുവും ശ്രീ ശാരദയും കുടുംബത്തിലെ ആചാര്യർ മനോജ് ശാസ്ത്രി അവറുകൾ, ആചാര്യ സുരേഖ മാം, കോർഡിനേറ്റർ അനിലങ്കൾ, സ്നേഹനിധിയായ ബിന്ദുജി, അഡ്മിൻ പാനൽ അംഗങ്ങളായ മറ്റ് ആന്റിമാർ, ബഹുമാന്യനായ കരുണാകരൻ സാർ, കുടുംബത്തിലെ സ്നേഹനിധികളായ അമ്മമാർ, ബാലവേദിയിലെ കൊച്ചു കൂട്ടുകാരി, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ശിവരാത്രി നാൾ. ഇന്ന് നമുക്ക് ശിവഭഗവാനെ കണ്ണിറയെ തൊഴുത് പ്രാർത്ഥിക്കാനാവും. എന്നാൽ അതിനൊന്നും കഴിയാത്ത ഒരു സാഹചര്യം നമ്മുടെ മുൻപിൽ ഉണ്ടായിരുന്നു. 1888 മാർച്ച് മാസം 12-ാം തീയതി, കൊല്ലവർഷം 1063, കുംഭമാസം 29-ാം തീയതി, ശനിയാഴ്ച, മഹാശിവരാത്രി ദിനം. അന്ധവിശ്വാസങ്ങളുടെ അനാചാരങ്ങളുടെ ആധാരശില ഇളക്കി മാറ്റി ജ്ഞാനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ആധാരശിലയെ പ്രതിഷ്ഠിച്ചുകൊണ്ട് സ്വന്തം കാലിൽ നിൽക്കാൻ ആഹ്വാനം ചെയ്യുന്നതായിരുന്നു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ. അരുവിപ്പുറം ശിവപ്രതിഷ്ഠയ്ക്ക് പ്രേരകമായ സംഭവം: അരുവിപ്പുറത്ത് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ വസിക്കുന്ന കാലം. ആങ്കോട് ക്ഷേത്രത്തിൽ ദീപാരാധന തൊഴാൻ പുലിവാതുക്കൽ വേലായുധൻ വൈദ്യരോടൊപ്പം ഗുരു പോയി. ചുറ്റുമതിൽ മറഞ്ഞു നിന്ന് തൊഴുന്ന വൈദ്യരെ കണ്ട് ഗുരു ഇമ വിട്ടാതെ നോക്കി നിന്നു. ദൂരെ നിന്ന് ശാന്തി എറിഞ്ഞു കൊടുക്കുന്ന പ്രസാദം മുണ്ടിന്റെ തലപ്പാവ് പൊക്കി വൈദ്യർ സ്വീകരിച്ചു. ഇതെന്തു കഷ്ടമാണ്, നമുക്കൊരു ആരാധനാലയം ഉണ്ടാക്കിക്കൂടെ? ഇതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതല്ലേ? ഗുരു ചോദിച്ചു. പൊന്നു സ്വാമി, എന്നാൽ അത് രക്ഷയായി. ഉടനെ അതിന് തയ്യാറെടുക്കണം. ആർക്കും തൊഴാവുന്ന, എവിടെ നിന്നാലും മറയില്ലാതെ കാണാവുന്ന ഭഗവാന്റെ സങ്കല്പത്തിലുള്ള ക്ഷേത്രം. തുടർന്നുള്ള ദിവസങ്ങളിൽ ക്ഷേത്ര സ്ഥാപനത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. ശിവരാത്രി ദിനം അരുവിപ്പുറത്ത് ധ്യാനത്തിനും ഉറക്കമൊഴിയാനുമായി ധാരാളം പേർ എത്തുക പതിവാണ്. പ്രതിഷ്ഠാ വിവരം ഗുരു ആരെയും മുൻകൂട്ടി അറിയിച്ചില്ല. 1-2 ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് വെളിപ്പെടുത്തിയത്. ആഡംബരമൊന്നുമില്ലാതെ പ്രതിഷ്ഠ നടത്തുക എന്നായിരുന്നു ഗുരുവിന്റെ നിശ്ചയം. ശിവരാത്രി ദിനം അതിനുവേണ്ടി ഗുരുദേവൻ നിശ്ചയിച്ചു. പാതിരാ നേരം സ്നാനത്തിനായി നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ ആഴത്തിൽ മുങ്ങി. ഏതാനും പേർ മുങ്ങി മരിച്ച ആ ഭാഗത്ത് ആരും ഇറങ്ങാറില്ല. ശങ്കരൻകുഴിയിൽ മുങ്ങിയ ആ യോഗീന്ദ്രനെ ദീർഘനേരമായിട്ടും കാണാത്തതിനാൽ ഭക്തർ നമഃശിവായ ജപിച്ച് കരയുവാൻ ആരംഭിച്ചു. നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ട് ഗുരു ശിവലിംഗവുമായി ഉയർന്നു വന്നു. അജ്വല കാന്തി കളിയാടുന്ന ഗുരുവിന്റെ മുഖം, ദീപ്തമായ വചനങ്ങൾ. ആ സമയം ആകാശത്ത് ഒരു കാന്തിക പ്രസരണമുണ്ടായി. അതിന്റെ പ്രഭയിൽ ശിവലിംഗം മുൻകൂട്ടി ഒരുക്കിയ ശിലയിൽ വെച്ചു. ശിലയോട് ലയിച്ചു ചേർന്നു. അത് ഉറപ്പിക്കാൻ ഒരു അഷ്ടബന്ധവും വേണ്ടി വന്നില്ല.
ഗുരുവിന്റെ കണ്ണിൽ നിന്ന് വന്ന കണ്ണുനീർത്തുള്ളികൾ ആദ്യ അഭിഷേകം, പിന്നീട് നെയ്യാറിലെ 1008 കുടം ജലം കൊണ്ടുള്ള അഭിഷേകം, ആദ്യം പ്രതിഷ്ഠ, പിന്നീട് ക്ഷേത്ര നിർമ്മാണം. അതായിരുന്നു അവിടെ സംഭവിച്ചത്. പ്രതിഷ്ഠ കഴിഞ്ഞാൽ ശാന്തയ്ക്ക് ഒരു മൂലമന്ത്രം പറഞ്ഞു കൊടുക്കുക പതിവാണ്. ഇവിടെ ഗുരു ലോക ജനതയ്ക്ക് വേണ്ടി പറഞ്ഞു കൊടുത്ത മൂലമന്ത്രം ഇതായിരുന്നു: ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാമിത്. ഇന്ന് നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, ഇഷ്ടമുള്ള ക്ഷേത്രങ്ങളിൽ പോവാം, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, ഇഷ്ടമുള്ള ദൈവത്തെ പ്രാർത്ഥിക്കാം. ഇതിനെല്ലാം കാരണം സ്വാമി തൃപ്പാദങ്ങളുടെ അനുഗ്രഹം ഒന്ന് മാത്രമാണ്. ജാതി വേർതിരിവുകൾ പടുത്തുയർത്തിയ നാലമ്പലങ്ങൾക്കുള്ളിൽ വീർപ്പ് മുട്ടി കഴിയുന്ന ഭഗവാനെ ദീന അവനപരായണനായി പുനരവതരിപ്പിക്കാൻ ചരിത്രം കാത്തുവച്ച പുണ്യദിനമായിരുന്നു 1888 മഹാ ശിവരാത്രി ദിനം. മരുത്വാമലയിലെ മഹാതപസ്സിനു ശേഷം പരബ്രഹ്മ സാക്ഷാത്കാരം നേടിയ മഹാഗുരുവിൻ കൃപാകടാക്ഷം ഒന്നുകൊണ്ട് മാത്രമാണ് ആയിരത്താണ്ടുകളിലായി അജ്ഞാനത്തിലും അനാചാരങ്ങളിലും അടിമത്തത്തിലുമാണ്ട് ജീവിതം നരകതുല്യമായി തീർന്ന ഒരു ജനതയ്ക്ക് മോചനം ലഭിച്ചത്. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനുമല്ലാത്ത ഒരു ദൈവത്തെ പ്രതിഷ്ഠിച്ച പുണ്യദിനം ആയിരുന്നു 1888 മഹാ ശിവരാത്രി ദിനം. അരുവിപ്പുറം ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം ഭഗവാൻ പറഞ്ഞു കൊടുത്ത മൂലമന്ത്രം ലോക ജനതയ്ക്ക് വേണ്ടിയുള്ളതാണ്. എന്നും ചരിത്ര ഏടുകൾ പരിശോധിച്ചാൽ അത്രയും അർത്ഥമുള്ള ഒരു വചനവും മറ്റെങ്ങും കാണാൻ കഴിയില്ല. ലോകമെങ്ങും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാകട്ടെ. ജാതി ചോദിക്കാനോ പറയാനോ കഴിയാത്ത ഏതൊരു മനുഷ്യനിലും എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്ന ചൈതന്യമാണ് ഈശ്വരൻ എന്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഗുരു ആഗ്രഹിച്ച ഒരു സമൂഹം വളർത്തിക്കൊണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുദേവ ധർമ്മം വിജയിക്കട്ടെ.